ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമ്മുടെ മുന്നിലുള്ള STS ക്രെയിൻ്റെ ബൂമെല്ലാം ഉയർത്തി വെച്ചിരിക്കുന്നു. കാരണം MSC കൈലി വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നും കൊളംബോ പോർട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് 2 ഡക്ക് ബോട്ടുകളെയും MSC കൈലിയെ നമുക്ക് കാണാൻ സാധിക്കും. 2 ഡക്ക് ബോട്ടിലെ ഹെവി റോപ്പ് ടൈ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. MSC കൈലിനെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബെർത്തിൻ്റെ ഭാഗത്തു നിന്നും പുള്ളി ചെയ്ത് നമ്മൾ ഈ കാണുന്ന പോലെ ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗത്തേക്ക് നീക്കുന്ന 2 ഡക്ക് ബോട്ടുകളെയും ഷിപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പ് വളരെ സാവധാനം നമ്മുടെ ഈ ബെർത്തിൻ്റെ ഭാഗത്ത് നീങ്ങുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 16.5 ഡ്രാഫ്റ്റുള്ള ഷിപ്പാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ ഈ കാണുന്നത്. ഷിപ്പ് വളരെ സാവധാനം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ബെർത്തിൻ്റെ ഭാഗത്തു നിന്ന് നീങ്ങി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് ഇപ്പോൾ 14 മീറ്ററാണ്. ഷിപ്പ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നപ്പോൾ സമയത്തും പോർട്ടിനകത്ത് ബെർത്ത് ചെയ്ത സമയത്തും ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് 16 മീറ്ററായിരുന്നു, 16.5 മീറ്ററായിരുന്നു. ഈ ഷിപ്പ് അടുത്ത് കൊളംബോ പോർട്ടിലേക്കാണ് പോകുന്നത്. ഏതാണ്ട് 366 മീറ്റർ നീളവും 51 മീറ്റർ വീതിയും 29.9 മീറ്റർ ഡെപ്തും 16.5 മീറ്റർ ഡ്രാഫ്റ്റുമുള്ള MSC കൈലി വിഴിഞ്ഞം പോർട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ MSC കൈലിയുടെ ഡ്രാഫ്റ്റ് 14 മീറ്ററാണ്. 2.5 മീറ്റർ ഡ്രാഫ്റ്റ് കുറഞ്ഞിരിക്കുന്നു. അതായത് നമ്മൾ ഈ കാണുന്ന പോലെ യാർഡ് പോർഷനിൽ കണ്ടെയ്നർ റിലീസ് ചെയ്തതിന് ശേഷമാണ്, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമാണ് MSC കൈലി വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന് പോകുന്നത്. ഈ കണ്ടെയ്നറുകൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പുറത്ത് ഡ്രിഫ്റ്റിംഗ് മോഡിലുള്ള MSCയുടെ സോപ്പേ 7 എന്ന് പറയുന്ന കപ്പൽ ഉടൻ തന്നെ പോർട്ടിനകത്ത് പ്രവേശിക്കും. വളരെ സാവധാനമാണ് നമ്മുടെ ബെർത്തിൻ്റെ ഭാഗത്തുനിന്ന് ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗത്തേക്ക് ഷിപ്പിനെ പുള്ളി ചെയ്ത് മാറ്റുന്നത്. അതുമാത്രമല്ല, ബെർത്തും ബ്രേക്ക് വാട്ടറും തമ്മിൽ ഏതാണ്ട് 1 കിലോമീറ്ററോളമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 900 സംതിങ് മീറ്റർ, കറക്റ്റ് 950 എത്രയാണ് നമ്മൾ ഈ ഭാഗത്തു നിന്ന് നമ്മളെ എൻഡ് പോർഷൻ ബെർത്തും നമ്മുടെ എൻഡ് പോർഷൻ ബ്രേക്ക് വാട്ടറും തമ്മിലുള്ള വീതി എന്ന് തന്നെ പറയാം. ഇതുപോലുള്ള 2-3 ഷിപ്പുകൾക്ക് അല്ലെങ്കിൽ 2 ഷിപ്പുകൾക്ക് ഒരേ സമയം തിരിഞ്ഞു പോകാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മുടെ ഈ ബെർത്തും ബ്രേക്ക് വാട്ടറും ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. MSC കൈലി ഇപ്പോൾ ഈ പറയുന്ന പോലെ ആ ബെർത്തിൻ്റെ സൈഡിൽ നിന്നും പൂർണ്ണമായി നീങ്ങി വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഇപ്പോൾ നീങ്ങി വന്നിരിക്കുന്നു. നമുക്ക് വളരെ വ്യക്തമായിട്ട് MSC കൈലി നീങ്ങി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. 2 ഡക്ക് ബോട്ടുകൾ, ഡോൾഫിൻ 28, ഡോൾഫിൻ 27, 2 ഡക്ക് ബോട്ടുകളാണ് ഇപ്പോൾ 14 മീറ്റർ ഡ്രാഫ്റ്റുള്ള ഷിപ്പിനെ നമ്മുടെ ബെർത്തിൻ്റെ സൈഡിൽ നിന്ന് ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് നീക്കുന്നത്. ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ടും ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ടും ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കമ്മീഷൻ ആവുന്ന മുമ്പ് തന്നെ വന്നു പോകുന്നുണ്ട്. കാരണം 16.5 മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഷിപ്പ് ഇവിടെ തിരിഞ്ഞെങ്കിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടിൻ്റെ ലിസ്റ്റിൽ പെടേണ്ട പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട്. അതുമാത്രമല്ല, ഈസ്റ്റ് വെസ്റ്റ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൻ്റെ ഏറ്റവും അടുത്തു തന്നെയുള്ള പോർട്ടാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട്. ഏതാണ്ട് 10 നോട്ടിക്കൽ മൈൽ അകലം മാത്രമാണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടും നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും തമ്മിലുള്ള അകലം. ഏതാണ്ട് 19 അല്ലെങ്കിൽ 18 സംതിങ് കിലോമീറ്ററോളം മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ വിഴിഞ്ഞത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ പോകുന്ന കപ്പലുകളെ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള കപ്പലുകൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ അടുക്കുമ്പോഴുള്ള സന്തോഷം മറ്റൊന്നുമല്ല. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകളിലൊന്നായ MSCയുടെ തന്നെ ഷിപ്പ് ഉടൻ തന്നെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ആ ഷിപ്പ് നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിക്കും. ഉടനെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് ഉണ്ട്, 14-ാം തീയതിയോടുകൂടി ഷിപ്പ് ഓണത്തിന് MSC, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഓണ സമ്മാനമാണ് MSCയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകളിലൊന്നായ, അതായത് എണ്ണപ്പെട്ട ഷിപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും ഷിപ്പിനുണ്ട്. ആ ഷിപ്പാണ് ഏതാണ്ട് 399 മീറ്റർ നീളവും 61 മീറ്റർ വീതിയും 61.1 മീറ്റർ വീതിയും ഏതാണ്ട് 24,116 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയുമുള്ള ഷിപ്പാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
ആ ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് 16.7 മീറ്ററാണ്. ഈ ഷിപ്പിൻ്റെ 16.5 മീറ്ററായിരുന്നു ഷിപ്പ് പോർട്ടിനകത്ത് പ്രവേശിച്ചപ്പോൾ. ഇപ്പോൾ 14 മീറ്റർ ആണെങ്കിലും 16.5 മീറ്റർ ഡ്രാഫ്റ്റുള്ള ഷിപ്പിനെ വളരെ അനായാസമാണ് നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള 2 ടെക് ബോട്ടുകളാണെങ്കിൽ 4 ടെക് ബോട്ടുകൾ ഉപയോഗിച്ച് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ബെർത്തിങ്ങിന് സാധിച്ചതെങ്കിൽ ആ ഒരു ഷിപ്പിനും വളരെ അനായാസം ബെർത്തിങ്ങിലേക്ക് സാധിക്കും. പക്ഷേ അതൊരു ഉത്സവമേളം തന്നെയാണ്, കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇന്ത്യയിൽ ഇതുവരെയായിട്ട് ബെർത്ത് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പ്, അല്ലെങ്കിൽ ഏഷ്യയിൽ ബെർത്ത് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പായിരിക്കും ഓണത്തിന് MSCയുടെ ആ ഷിപ്പ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ബ്രേക്ക് വാട്ടറിൻ്റെ പോർഷനിൽ നിന്നും ബെർത്തിൻ്റെ പോർഷനിൽ നിന്നും ബ്രേക്ക് വാട്ടറിൻ്റെ പോർഷനിലേക്ക് ഷിപ്പ് ധാരാളം നീങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഷിപ്പിനെ. ഉദയസൂര്യൻ്റെ കിരണങ്ങളേറ്റ് മിന്നിത്തിളങ്ങുന്ന നമ്മുടെ കണ്ടെയ്നറും ഷിപ്പും നമുക്ക് കാണാൻ സാധിക്കും. ഒരു അസ്തമയ സൂര്യൻ സമയത്താണ് നമ്മുടെ MSC കൈലി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നെങ്കിൽ ഉദിച്ചുയരുന്ന സൂര്യൻ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ സാക്ഷി നിർത്തി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നും MSC കൈലി തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച. ഇപ്പോൾ നമ്മുടെ മുന്നിൽ 4 ടെക് ബോട്ടുകളും എത്തിയിരിക്കുന്നു. 3 ടെക് ബോട്ടുകൾ, കാരണം ഓഷ്യൻ പ്രസ്റ്റീജ് തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. ഓഷ്യൻ പ്രസ്റ്റീജ് ഈ പറയുന്ന പോലെ ഡോൾഫിൻ 27, 28, 35 ഇങ്ങനെ 4 ടെക് ബോട്ടുകളും ഇപ്പോൾ എത്തിയിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നേരത്തെ കാണാൻ സാധിക്കുന്നത് 2 ടെക് ബോട്ടുകൾ ഹെവി റോപ്പ് കിട്ടിയെങ്കിൽ ഇപ്പോൾ 4 ടെക്കും നമ്മുടെ MSC കൈലിയുടെ അടുത്തെത്തിയിരിക്കുന്നു. 2023 നിർമ്മിച്ച ഷിപ്പ് തന്നെയാണ്, ഏറ്റവും പുതിയ ഷിപ്പ് തന്നെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സാവധാനമായിരിക്കും ഷിപ്പ് നമ്മുടെ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോവുക. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ച ഒരു ഷിപ്പ് തന്നെയാണ് MSC കൈലി. കാരണം ഷിപ്പിന് 366 മീറ്റർ നീളമേ ഉള്ളൂ എങ്കിലും, അതായത് MSC ഓറിയോയുടെയും MSC ഡയലയും അത്ര തന്നെ നീളമുള്ള ഷിപ്പാണെങ്കിലും ഈ ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് 16.5 മീറ്റർ ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ ട്രിവാൻഡ്രത്തിൻ്റെ ആഴം നമ്മളിന്നെ ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ട കാര്യമില്ല. ഉറപ്പായിട്ട് ഈ ന്യൂസ് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എത്രത്തോളം ആഴമുള്ള പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടെന്ന്. അതിനാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലോകത്തിലെ ഏത് ഒരു വലിയ ഷിപ്പിനും വളരെ അനായാസേന ബെർത്ത് ചെയ്യാൻ സാധിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തെ ലക്ഷ്യമാക്കി MSCയുടെ അല്ലെങ്കിൽ ലോകത്തിലെ എണ്ണപ്പെട്ട വലിയ ഷിപ്പുകളിൽ ഒരു ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബേ ഓഫ് ബംഗാൾ സീലാണ് എത്തിയിട്ടുള്ളത്. ഞാൻ ഇന്നലെ വൈകുന്നേരവും ഷിപ്പിൻ്റെ അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇന്നും ഷിപ്പിൻ്റെ അപ്ഡേഷൻ തരുന്നതായിരിക്കും. ആ ഷിപ്പ് വരുന്നതുകൂടെ വിഴിഞ്ഞം വേറൊരു ലെവലിലേക്ക്, വിഴിഞ്ഞം പോർട്ട്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് വേറെ ഒരു ലെവലിലേക്ക് മാറും എന്നൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇപ്പോഴും ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷം ഷിപ്പിനെ നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെ ഭാഗത്തു നിന്നും ബ്രേക്ക് വാട്ടറിൻ്റെ പൊസിഷനിലേക്ക് പുള്ളി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന കണ്ടെയ്നറുകൾ നിലവിൽ എത്രയാണെന്ന് കറക്റ്റ് എണ്ണം എനിക്കറിയില്ല. ഏതായാലും 2.5 ഡ്രാഫ്റ്റ് കുറഞ്ഞിരിക്കുന്നു ഷിപ്പിൻ്റെ. 14 മീറ്റർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1500-2000 കണ്ടെയ്നറുകൾ തീർച്ചയായിട്ടും ഡിസ്ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിനായിട്ട് ഫീഡർ വെസൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. MSCയുടെ സോപ്പേ 7 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഇന്നലെ മുതൽ തന്നെ വന്ന് ഡ്രിഫ്റ്റിംഗ് മോഡിലാണ് ഷിപ്പുള്ളത്. നമ്മുടെ MSCയുടെ കൈലി പോയതിനു ശേഷം തീർച്ചയായിട്ടും MSC സോപ്പേ 7 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ പോർഷനിലേക്ക് ഏതാണ്ട് എത്തിയിരിക്കുന്നു. ഏതാണ്ട് നമ്മുടെ ബെർത്തും നമ്മുടെ ആ ഷിപ്പും തമ്മിൽ ഏതാണ്ടൊരു 200 മീറ്ററോളം ഡിസ്റ്റൻസ് മാറിയിരിക്കുന്നു. വളരെ സാവധാനം മാത്രമാണ് ഷിപ്പ് നീങ്ങുന്നത്. MSC കൈലി സിംഗപ്പൂർ പോർട്ടിൽ നിന്നും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് വന്ന ഷിപ്പ്
നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ചരിത്രത്തെ മാറ്റി എഴുതിയ ഷിപ്പ്. ധാരാളം പ്രത്യേകമുള്ള ഷിപ്പാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട്. ട്രിവാൻഡ്രത്ത് നിന്നും ഇപ്പോൾ കൊളംബോ ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ബെർത്തും ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയിലായിരിക്കുന്നു MSC കൈലി. ടഗ് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ ഫസ്റ്റ് ഫേസിലെ വർക്കുകൾ ഏതാണ്ട് ബ്രേക്ക് വാട്ടർ 2960 മീറ്റർ അതിൻ്റെ സ്ട്രക്ചർ പൂർത്തിയായെങ്കിലും സെൻറ്ററിലൂടെയുള്ള റോഡ് നമുക്ക് കുറച്ച് സൂം ചെയ്ത് അവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ സെൻറ്ററിലൂടെയുള്ള 10 മീറ്റർ റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഒരു ഹെവി ക്രെയിനും നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കും. ഈ ഹെവി ക്രെയിൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കാണുന്ന പോലെ കോൺക്രീറ്റ് സ്ലാബുകൾ 10 മീറ്ററിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ ഫിക്സ് ചെയ്യുന്ന പണികളാണ് ഇവിടെ നടക്കുന്നത്. ആ വർക്ക് കൂടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസിൽ 2960 മീറ്റർ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ 100% കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഏകദേശം ഒരു 98 അല്ലെങ്കിൽ 99% കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 2% ഈ സെൻട്രലിലൂടെയുള്ള 10 മീറ്റർ റോഡ്. നമ്മൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് അറിയാൻ സാധിക്കും. അത് മാത്രമല്ല ബെർത്താവട്ടെ 800 മീറ്ററോളം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് 800 മീറ്റർ ബെർത്തും പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാത്തെന്ന് ചോദിച്ചാൽ 800 മീറ്റർ ബെർത്തിൻ്റെ കുറച്ച് ഭാഗം, അതായത് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നത് ഏതാണ്ട് ഒരു 600 മീറ്റർ ആണെന്ന് തോന്നുന്നു. ആ ബാക്കിയുള്ള 200 മീറ്ററിൻ്റെ കുറച്ച് ഭാഗത്തിൽ നമുക്ക് ഈ പറയുന്ന യാർഡ് പോർഷൻ്റെ അവിടെ കുറച്ച് ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ വളരെ കുറച്ച് മാത്രമാണുള്ളത്. ആ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 ഷിപ്പുകൾക്ക്, ഒരു മദർ ഷിപ്പിനും ഒരു ഫീഡർ ബസ്സിനും തീർച്ചയായിട്ടും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ബെർത്ത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഷിപ്പ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ബെർത്തിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് നീങ്ങിയതിന് ശേഷം, കുറച്ചെന്ന് പറയാൻ ബ്രേക്ക് വാട്ടർ ലെന്ത് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് നീങ്ങിയതിന് ശേഷം ഷിപ്പ് ഇതാ പൂർണ്ണമായിട്ടും മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ടഗ് ബോട്ടുകളുടെ അകമ്പടിയോടെ ഷിപ്പ് പൂർണ്ണമായിട്ടും മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലോട്ട് വിട പറഞ്ഞ് പോകുന്ന 7ാമത്തെ ഷിപ്പാണ്. ആദ്യമായി വന്ന ഷിപ്പ് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല സാൻ ബെർണാണ്ടോ. 2ാമത് വന്ന ഷിപ്പ് മരീൻ അസൂർ. 3ാമത് വന്ന ഷിപ്പ് നാവി സ്റ്റംബോ. 4ാമത് വന്ന ഷിപ്പ് MSC ഡയല. 5ാമത് ഷിപ്പ് MSC അഡോഫൈ. 6ാമത് വന്ന ഷിപ്പ് MSC ഓറിയോൺ. 7ാമത് വന്ന ഷിപ്പാണ് MSC കൈലി. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തേക്ക് ഇവിടെ പറഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച. ഇതിലും വലിയ ഷിപ്പ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പുകളിൽ ആ സ്ഥാനമുള്ള 1, 2, 3 സ്ഥാനത്തിനടുത്തുള്ള ഷിപ്പാണ് വിഴിഞ്ഞം. അതായത് വിരലിലെണ്ണാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകളിൽ ഒന്നായ ഷിപ്പാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. 1-2 ദിവസത്തിനകത്തും ഇതേപോലെ നമുക്ക് ആ ഷിപ്പിനെ കാണാൻ സാധിക്കും. അതോടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ടിന് മത്സരത്തിന് ഒരുങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്രയും വലിയൊരു ഷിപ്പ്, ഇന്ത്യയിലെ ഒരു പോർട്ടിലും ഇത്രയും നീളമുള്ള ഷിപ്പ്, ഏതാണ്ട് 399 മീറ്റർ നീളമുള്ള ഷിപ്പ് ലോങ് പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MSC കൈലി പോർട്ടിൽ നിന്നും നമ്മൾ ഈ കാണുന്ന ബെർത്ത്, നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ പിന്നിട്ട് MSC കൈലി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിനോട് വിട പറഞ്ഞ് കൊളംബോ പോർട്ടിലേക്ക് പോവുകയാണ്. ആ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. MSC കൈലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത കണ്ടെയ്നറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കണ്ടെയ്നറുകൾ ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെ ഇപ്പോൾ സൂര്യപ്രകാശം ഇങ്ങനെ പാരലായത് കൊണ്ടാണ് കുറച്ച് ക്ലിയർ ഇല്ലാത്തായിട്ട് തോന്നുന്നത്. നമ്മൾ ഈ കാണുന്ന PO ബിൽഡിങ്ങിൻ്റെ അകത്തിരുന്നിട്ടാണ് ഓപ്പറേറ്റ് ചെയ്ത് നമ്മുടെ STS ക്രെയിൻ ഉപയോഗിച്ച് കപ്പലിൽ നിന്നും കണ്ടെയ്നർ പിക്ക് ചെയ്ത് നമ്മൾ ഈ കാണുന്ന ട്രെയിലർ ലോറിയിലേക്ക് കയറ്റിയതിനു ശേഷം അവിടെ നിന്ന് യാർഡ് പോർഷനിലേക്ക് വന്നതിന് ശേഷം യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ ഈ കണ്ടെയ്നറെല്ലാം യാർഡ് പോർഷനിൽ നിർത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ യാർഡ് ക്രെയിനുകളാവട്ടെ അല്ലെങ്കിൽ ക്യാൻഡിൽ ലെവൽ റെയിൻ മൗണ്ടർ ഗ്രാൻഡി ക്രെയിൻ ആവട്ടെ ഫുള്ളി ഓട്ടോമാറ്റിക്കും, നമ്മുടെ STS ക്രെയിൻ ആവട്ടെ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുമാണ്. അങ്ങനെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഒരു സെമി ഓട്ടോമാറ്റിക് പോർട്ടാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.